the taste of your mind. Kiwi ice cream. Chill the fun. യോഗിക്കെതിരെ ആരെങ്കിലും നിയമപരമായി പോയി കഴിഞ്ഞാൽ അവരെ വേട്ടയാടുന്ന ഒരു സ്വഭാവം യുപിയിലുണ്ട്. അതിനാൽ തന്നെ ആരും യോഗിക്കെതിരെ നിയമപരമായി പോകാൻ തയ്യാറാവുന്നുമില്ല. പക്ഷേ ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥിന് വലിയ ഒരു വമ്പൻ തിരിച്ചടി ലഭിക്കാൻ പോകുന്നു. ഇത് വെറുതെ പറയുകയല്ല, മറിച്ച് വസ്തുതാപരമായ തെളിവുകളെ മുന്നിൽ നിർത്തിക്കൊണ്ട് പ്രിയങ്ക ഗാന്ധിയും കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളും ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ സമീപിച്ചപ്പോൾ മനുഷ്യാവകാശ കമ്മീഷൻ ദൃശ്യങ്ങൾ കണ്ട് അമ്പരന്നു പോയി എന്നുള്ളതാണ്. അതായത് യോഗിക്കെതിരെ പ്രിയങ്ക വാളെടുത്തിരിക്കുന്നു, ഇനി പൊരുതിയിട്ട് തന്നെ പിന്നോട്ടുള്ളൂ എന്ന നിശ്ചയദാർഢ്യത്തിൽ പ്രിയങ്ക ഗാന്ധി ഉറച്ചു നിൽക്കുന്നതിൻ്റെ വസ്തുതാപരമായ സത്യമാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ കാണാൻ പ്രിയങ്കയും രാഹുൽ ഗാന്ധിയും മുതിർന്ന അഭിഭാഷകനായ അഭിഷേക് മനു സിംഗ്വിയും എത്തിയതിൻ്റെ ചിത്രങ്ങൾ വ്യക്തമാക്കുന്നുള്ളത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന് മുന്നിൽ ഇവർ തുറന്നു പറഞ്ഞത് ചില കാര്യങ്ങളാണ്. അത് നമ്മളൊക്കെ കണ്ട ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങൾ. പോലീസിന് ആയുധങ്ങൾ കൈമാറുന്ന BJPയുടെ പ്രവർത്തകർ, പോലീസ് നല്ല രീതിയിൽ സമരം ചെയ്തിരുന്ന, പ്രതിഷേധം നടത്തിയിരുന്ന പ്രതിഷേധക്കാരെ ഒരു കാരണവുമില്ലാതെ ക്രൂരമായി മർദ്ദിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ, പ്രതിഷേധത്തിൽ പങ്കെടുത്തവരുടെ വീട്ടിലേക്ക് രാത്രിയിൽ കയറിപ്പോയിട്ട് അവിടെയുള്ള സ്ത്രീകളെ ക്രൂരമായി മർദ്ദിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ, 18 വയസ്സ് പോലും തികയാത്ത കുട്ടികളെ ക്രൂരമായി മർദ്ദിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ, ഇങ്ങനെ ഒരു വലിയ തെളിവ് ശേഖരം തന്നെ യോഗി ആദിത്യനാഥിൻ്റെ ക്രൂരതയുടെ മുഖം കാണിക്കുന്ന വസ്തുതാപരമായ തെളിവുകളുമായിട്ടാണ് കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളോടൊപ്പം പ്രിയങ്ക ഗാന്ധി ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ സമീപിച്ചത്. ഈ തെളിവുകൾ ഒന്നടങ്കം കണ്ട് വലിയ അമ്പരപ്പ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ പ്രകടിപ്പിച്ചു എന്നുള്ളതാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. ഈ ദൃശ്യത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് യോഗിക്കെതിരെ, യോഗിയുടെ പോലീസിനെതിരെ നടപടിയെടുക്കും എന്നുള്ള ഒരു ഉറപ്പ് ലഭിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകളും വ്യക്തമാകുന്നുണ്ട്. ഇത് അപ്രതീക്ഷിതമായ ഒരു നീക്കമാണ്. ഇങ്ങനെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഒരു അന്വേഷണം നടത്തി തീരുമാനമെടുത്തു കഴിഞ്ഞാൽ, കാരണം തീരുമാനമെടുക്കാതിരിക്കാൻ അവർക്കൊരു വഴിയുമില്ല, കാരണം വലിയ തെളിവുകളാണ് മുതിർന്ന സുപ്രീം കോടതിയുടെ അഭിഭാഷകനും അതുപോലെ തന്നെ പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ തന്നെ നേരിട്ട് ഹാജരായി നൽകിയത്. അതിനാൽ തന്നെ അവർക്ക് തെളിവുകളെ പരിഗണിക്കാതിരിക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു നടപടി ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എടുത്തു കഴിഞ്ഞാൽ യോഗിയുടെ മുഖ്യമന്ത്രി സ്ഥാനത്തിന് നേരെ വരെ ചോദ്യം ഉയർന്നേക്കാം. കാരണം 21 പേർ യോഗി ആദിത്യനാഥിന്റെ യുപിയിൽ കൊല്ലപ്പെട്ടിരുന്നു. അതിനാൽ തന്നെ അവരുടെ കൊലപാതകത്തിൽ യോഗി ആദിത്യനാഥ് നിർബന്ധമായും മറുപടി പറയേണ്ടി വരും. ഇത് ഒരു വലിയ വെല്ലുവിളിയായി മാറിയിരിക്കുന്നു. യോഗി ആദിത്യനാഥിനെതിരെ ശക്തമായ രീതിയിൽ പോരാടുകയാണ് യുപിയിൽ പ്രിയങ്ക ഗാന്ധി. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.